ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്താണെന്നാണ്. ഇതിൽ നമുക്ക് പാസ്റ്റും പ്രസൻറ്റും നമ്മൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും, പക്ഷേ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. എങ്കിലും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നാളെ എന്താകും എന്നൊരു ഒരു ധാരണ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, ചിലർക്ക് ഇത് റെസനേറ്റ് ആവാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് സ്പ്രെഡുകൾ എടുത്തു വച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് വന്നിരിക്കുന്ന പാസ്റ്റ് എന്ന് പറയുന്നത് 9 ഓഫ് സോർട്സും, പ്രസൻറ്റ് എന്ന് പറയുന്ന നൈറ്റ് ഓഫ് വാൻസും, ഫ്യൂച്ചർ എന്ന് പറയുന്ന ഡെവിൾ കാർഡുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. 9 ഓഫ് സോർട്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് ഉത്കണ്ഠ, ഉറക്കമില്ലാത്ത രാത്രികൾ അല്ലെങ്കിൽ വൈകാരികമായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ എന്നിവയുടെ ഒരു കാലത്തെ കാണിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ഭാരമുള്ള കുറ്റബോധം, ഭയം അല്ലെങ്കിൽ മാനസിക ഭാരങ്ങൾ എന്നിവ നിങ്ങൾ കൊണ്ട് നടന്നിരിക്കാം. അതായത് പാസ്റ്റിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രസൻറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്രവർത്തനത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു തുടക്കം വേണമെന്ന് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു അഭിനിവേശം, അഭിലാഷം, സ്വതന്ത്രമാകാനുള്ള ആഗ്രഹം എന്നിവ നിങ്ങളെ നയിക്കുന്നു. നിങ്ങൾക്ക് ആവേശമോ അഭിനിവേശമോ തോന്നിയേക്കാം. പുതിയതെന്തെങ്കിലും പിന്തുടരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം എന്നുള്ള ചിന്തയിലും ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പ്രസൻ്റ്ലി നിങ്ങളിപ്പോൾ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു തുടക്കം വേണം. ഇപ്പോൾ ഒരു ജോലിയാണെങ്കിൽ ഒരു പുതിയ ജോലി നോക്കണം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ളത് ഒരു ചിന്തയുണ്ടാകാം. പഴയത് നിങ്ങൾക്ക് പറ്റുന്നില്ല, കൊണ്ട് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും ഭാരമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണമെന്നുള്ളൊരു ചിന്തയുമായിരിക്കും ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത്. പിന്നെ നമ്മൾ ഫ്യൂച്ചറിൽ എന്തായിരിക്കുമെന്ന് നോക്കിയപ്പോൾ കിട്ടിയത് ഡെവിൾ കാർഡാണ്. ഡെവിൾ കാർഡ് എന്ന് പറയുന്നത് ഇതൊരു മുന്നറിയിപ്പിൻ്റെ ഒരു കാർഡാണ്. അതല്ലെങ്കിൽ ഒരു പ്രലോഭനങ്ങൾ, അൺഹെൽത്തി റിലേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ നിങ്ങളുടെ ശീലങ്ങൾ വീണ്ടും ഉയർന്നു വന്നേക്കാം എന്നിവയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഭാവി അവബോധം ആവശ്യപ്പെടുന്നു. ആഗ്രഹമോ ഭയമോ നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. യഥാർത്ഥ സ്വാതന്ത്ര്യം സ്വയം അവബോധത്തോടെയാണ് വരുത്തേണ്ടത്. ബി കെയർഫുൾ. അതായത് നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ശീലങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം, എന്നാൽ വീണ്ടും ആ ശീലങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞുപോയ കുറേ കാര്യങ്ങളിലേക്ക് വീണ്ടും നിങ്ങൾ എത്തപ്പെടാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പാണ് തരുന്നത്. അതുകൊണ്ട് ബി കെയർഫുൾ. ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്